നമസ്കാരം. വാൽപ്പാറയിൽ വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ച മിനി വാൻ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ ദാരുണമായ അപകടം കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട സംഘമാണ് വലിയ ദുരന്തത്തിന് ഇരയായത്. സംഭവത്തിൽ എന്തായാലും 9 മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെ പൊള്ളാച്ചി വാൽപ്പാറ റോഡിലെ 13ാം ഹെയർപിൻ വളവിൽ വെച്ചായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. വാൻ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തി തകർത്ത് ഏകദേശം 800 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ 9 മലയാളികൾ മരണപ്പെട്ടു. മരിച്ചവരിൽ 7 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ആദ്യം നമുക്ക് ലഭ്യമായ വിവരങ്ങൾ മരണത്തിൽ 8 മരണമാണ്. അതിൽ 7 സ്ത്രീകളും 1 പുരുഷനും എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അത് 9 മരണമുണ്ട്. അതിൽ 2 കുട്ടികളും ബാക്കിയുള്ളത് സ്ത്രീകളാണെന്നുമാണ്. ഇതിൽ മലപ്പുറം കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് 13 അംഗങ്ങളടങ്ങുന്ന സംഘം വാൽപ്പാറയിലേക്ക് യാത്ര തിരിച്ചത്. വേനലവധി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിലെ സഹപ്രവർത്തകരും അവരുടെ അടുത്ത ബന്ധുക്കളും ചേർന്നാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. ദിവസം മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് രാത്രിയുടെ വീടുകളിൽ തിരിച്ചെത്താറായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ യാത്രയുടെ പാതി വഴിയിൽ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ മരണമായിരുന്നു. വന്യമൃഗ സാന്നിധ്യമുള്ള വനമേഖലയിലെ കുത്തനെയുള്ള ഇറക്കവും വളവുകളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കവേ വാഹനം പെട്ടെന്ന് നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. 13ാം വളവിൽ വെച്ച് പാതയോരത്തെ സുരക്ഷാ ഭിത്തിയും തകർത്ത് വാൻ താഴേക്ക് മറിയുകയായിരുന്നു. കൊക്കയിലേക്ക് മറിഞ്ഞ മിനി വാൻ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ തമിഴ്നാട് പോലീസും അഗ്നിരക്ഷാ സേനയും പ്രദേശവാസികളും ചേർന്ന് അതിവേഗത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ദുർഘടമായ ഭൂപ്രകൃതി വലിയ വെല്ലുവിളിയായി. മരിച്ചവരിൽ 7 പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ വെടിഞ്ഞു. ഡ്രൈവറും 12 യാത്രക്കാരുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 5 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് ഏറെ വേദനാജനകമാണ്. പരിക്കേറ്റരെ ഉടൻ തന്നെ പൊള്ളാച്ചിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകട വിവരം അറിഞ്ഞ് പള്ളിപ്പറമ്പ് സ്കൂളിലെ മറ്റ് സഹപ്രവർത്തകരും ബന്ധുക്കളും നാട്ടുകാരും ഉടൻ തന്നെ പൊള്ളാച്ചിയിലേക്ക് തിരിച്ചിരുന്നു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനായി പൊള്ളാച്ചി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. തമിഴ്നാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമിത വേഗതയാണോ അതോ വാഹനത്തിന്റെ സാങ്കേതിക തകരാറാണോ അപകടത്തിന് കാരണമായതെന്ന് പരിശോധിച്ചു വരികയാണ്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും സങ്കടത്തിലാഴ്ത്തിയ ഈ അപകടം മലപ്പുറം ജില്ലയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആഘോഷപൂർവ്വമായി യാത്ര പോയവർ നിശ്ചലമായ ശരീരങ്ങളായി മടങ്ങി വരുന്നത് കണ്ടു നിൽക്കാനാവാത്ത അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരും നാട്ടുകാരും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് നാട് മുഴുവൻ. എന്തായാലും അതിദാരുണമായ സംഭവങ്ങളാണ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം സംഭവിച്ചത്. 9 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുക്കം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ.